ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ചെറിയ പഴം ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ വലിയ പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് എണ്ണം കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 9 ഈന്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഒരു പഴത്തിന് ഒരു 3 ഈന്തപ്പഴം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് വലിയ ഈന്തപ്പഴമൊന്നും അല്ല കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഈന്തപ്പഴമാണ്. ഒരു 1/2 ലിറ്റർ പാല് ഒരു മിക്സിയുടെ ജാറിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം ആദ്യം. പിന്നെ 3 പഴം ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തിട്ടില്ല എന്നത് അതിൻ്റെ കൂടുതൽ കിടന്നും കൂടെ അടിഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ ഈന്തപ്പഴത്തിനൊക്കെ നല്ല മധുരം ഉള്ളതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോഴേക്കും നല്ല മധുരമായിരിക്കും. എന്നാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് അരിച്ചെടുക്കണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. എന്ത് കണ്ടില്ലേ, ഇത്രയും ഇത് വന്നു. പിന്നെ ഇതിനകത്ത് നിന്നുള്ള ആ ഒരു കറുത്ത ഇത് അധികം അങ്ങോട്ട് ചാടണ്ടെന്ന് കരുതിയാണ് അരിച്ചെടുത്തേട്ടോ. അപ്പോൾ ഇതിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്തില്ല എന്നൊരു ഒരു കുഴപ്പമില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർക്കണത്. ഒരുപാട് ചേർക്കരുത് കേട്ടോ, ഒരു നുള്ളു ചേർത്തേച്ചാൽ മതി. അപ്പോൾ ഇനി ഇതാ അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. തുടക്കം തൊട്ടേ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. ഇതിപ്പോൾ തിളച്ച് നല്ല തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കുറുകൂട്ടോ, നല്ലപോലെ സെറ്റായിട്ട് വരും. നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഈ ക്യാമറയിൽ അത്ര വലിയ നല്ല രസമായിട്ടൊന്നും തോന്നണില്ല, പക്ഷെ ഒറിജിനലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് വാനില എസൻസ് ആണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാനില എസൻസ് ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ഇപ്പം ഈ ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ നല്ലപോലെ വെന്തട്ടൊക്കെ ഉണ്ടാവും, കാരണം ഇത്ര നേരം തിളക്കുകയൊക്കെ ചെയ്യല്ലേ. ഇതിന് നല്ലപോലെ വെന്തട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഒരു തിക്കായപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തത് കേട്ടോ. ഇതിന് തണുത്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്, തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ തിക്കായിക്കോളും. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തേക്കണേ കേട്ടോ. അപ്പോൾ വാനില എസൻസ് ചേർക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ശരിക്കും ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഈ ഒരു ബൗളിലായിട്ട് ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് സെറ്റായതിനു ശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രീസറിലായിട്ട് വയ്ക്കുകയാണ്. ഞാനിത് ഒരു ഈന്തപ്പഴം പകുതിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഉരുട്ടിയതിന് ശേഷം ഈ വൈറ്റ് എള്ളിലൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാതും നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുണ്ട്, ഒരു പഴവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ റോൾ ചെയ്ത് വെച്ച ഈന്തപ്പഴവും കൂടെയാണ്. നല്ല ഭംഗിയല്ലേ ഈന്തപ്പഴം അങ്ങനെ റോൾ ചെയ്ത് വയ്ക്കുമ്പോഴായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള പുഡിങ്ങായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടിയുടെ അളവൊന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല പോലെ തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.